അത് നമ്മൾ അത് നമ്മൾ പലപ്പോഴും മറ്റുള്ള ഫെലോഷിപ്പിനെ കാണുന്നത് പോലെയല്ല അലനോൺ കൂട്ടായ്മയിലെ കാണേണ്ടത്. അലനോൺ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ജീവിതകാലം മുഴുവൻ നിലനിൽക്കേണ്ട കൂട്ടായ്മയാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് അതിലെ അംഗങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഇതൊരിക്കലും നമ്മുടെ ഭാഗങ്ങളിൽ നിൽക്കുന്നത്, ഇപ്പൊ രാമനാട്ടുകര ഭാഗത്ത് നിൽക്കുന്ന ഒരു അലനോൺ മെമ്പർ ഒരു മീറ്റിംഗിൽ തുടർച്ചയായിട്ട് പോകുമ്പോൾ അവർ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ അതൊരു ആ ഒരു കൂട്ടായ്മ അതിലുള്ള അംഗങ്ങളുടെ ഒരു വേറെ രീതിയിലേക്ക് കൂട്ടായ്മ മാറുക. കാരണം ഇതിലൊരു ടൂറ് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക. കാരണം അംഗങ്ങളും അലനോൺ ഫാമിലീസ്, ഭർത്താവ് മക്കള് ചേർന്നിട്ട് ടൂറ് പോകേണ്ട പ്രവണതകള്, അതുപോലെ ഫാമിലി ഗെറ്റ് ടുഗദർ. അപ്പം ഇത്തരം കാര്യങ്ങൾ മോശമാണ് എന്നല്ല പറയുന്നത്. പക്ഷെ ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്താന്ന് പറഞ്ഞാല് എലനോൺ തിരിച്ചറിയേണ്ട കാര്യം എന്താന്ന് പറഞ്ഞാൽ ആൽക്കഹോളിക്കിനെ സംബന്ധിച്ചിടത്തോളം അവരിൽ എത്ര കാലം അവരുടെ ബന്ധങ്ങൾ ചിലപ്പം പലപ്പോഴും അവര് സോബർട്ടിയിലേക്ക് വരുമ്പം ഒരാളിൽ അട്രാക്ഷൻ ആകുന്നു, അവര് ദൈവം പോലെ കാണുന്നു, അവരെ പിന്നെ ദൈവത്തെക്കാൾ വലിയ ഒരാളായിട്ട് കാണുന്നു. ചില സമയത്ത് സാമ്പത്തിക ഇടപാടുകൾ നടത്തി പിന്നീട് അയാളെ തീരെ ഒട്ടും കൊള്ളാത്ത ആളായിട്ട് ചിത്രീകരിക്കപ്പെടുന്നു. അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ എക്കാരുടെ ഇടയിൽ കാണാൻ പറ്റും. നമ്മുടെ ആൽക്കഹോളിക്കിന് തന്നെ അത്തരം അനുഭവങ്ങൾ ഉണ്ടാകാം. അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു കൂട്ടായ്മകൾ തമ്മിൽ ഈ ഒരു നമ്മുടെ എലനോൺ പറയുന്ന രീതിയിൽ, അതായത് അതിന്റെ 12 പടികളും 12 പാരമ്പര്യത്തിലൂടെ അല്ലാതെ വരുമ്പോൾ ഇതിലെല്ലാം ഒരുപാട് തകർച്ചകൾ വരുമ്പം ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട കാര്യം കൂട്ടായ്മയ്ക്കല്ല തകർച്ചകൾ വരുന്നത്, നമ്മൾക്കാണ് തകർച്ച വരുന്നത്. ഈ തകർച്ച നമ്മളെ പലപ്പോഴും ഗ്രൂപ്പിലേക്ക് എത്തുന്നതിൽ വിമുഖത കാണിക്കാൻ ഇടയാകും. ചില സന്ദർഭങ്ങളിലൊക്കെ ഞാൻ പലപ്പോഴും വേദനിച്ചു പോയ കാര്യങ്ങളുണ്ട്. കാരണം എൻ്റെ ആൽക്കഹോളിക്കും ഞാനും മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് അദ്ദേഹം ചില സമയത്ത് ഇറങ്ങി പോകാറുണ്ട്. കാരണം മറ്റൊരു അംഗം സംസാരിക്കുന്നത് കേൾക്കാനുള്ള സഹിഷ്ണുത ഇല്ലാതെ ഇറങ്ങി പോകാറുണ്ട്. അപ്പം അത് പിന്നെ എന്താന്ന് പറഞ്ഞാല് അത്തരം വിരോധങ്ങള്, ഈ വിരോധങ്ങളൊന്നും ചിലപ്പം ഒരു വർഷം കൊണ്ടുണ്ടായ വിരോധം ചിലപ്പോൾ ഒരു 10 വർഷം കൊണ്ട് മാറി സുഹൃത്തുക്കളാകാം. അപ്പൊ അത് അങ്ങനെയാണ് നമ്മുടെ ആൽക്കഹോളിക്കിന്റെ സ്വഭാവ രീതികൾ. അപ്പൊ അതിനനുസരിച്ചിട്ട് ഒരു എലനോൺ പോകുമ്പോൾ നമുക്ക് എലനോണിൽ പിടിച്ചു നിൽക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. എലനോൺ എന്ന് പറയുന്നത് നമുക്ക് റിക്കവറി എന്താണോ തരുന്നത് അവിടെയാണ്. അല്ലാതെ ഒരിക്കലും ആൽക്കഹോളിക്കിന്റെ സുഹൃത്തുക്കളെ അനുബന്ധിച്ച് ഒരിക്കലും നമ്മൾ പോയാല് അവിടെ നമ്മളുടെ റിക്കവറി നടക്കില്ല. അപ്പം നമുക്ക് എവിടെ റിക്കവറി കിട്ടുന്ന മീറ്റിംഗ് എവിടെയാണ്? ചിലപ്പോൾ അദ്ദേഹത്തിന് ആ മീറ്റിംഗ് ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. പക്ഷെ നമ്മൾക്ക് എലനോണിൽ അവിടെ മീറ്റിംഗിൽ റിക്കവറി കിട്ടുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് മനസ്സിലാക്കി മാറ്റിയെടുക്കാനൊന്നും ആൽക്കഹോളിക്കിന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്റെ ഭർത്താവിനോട് ഞാൻ ഉപദേശിക്കാനൊക്കെ ശ്രമിച്ച, അല്ലെങ്കിൽ എന്റെ മകനോട് ഞാൻ ഉപദേശിക്കാനൊക്കെ ശ്രമിച്ചാൽ ഞങ്ങൾ തമ്മിൽ അത് ഭയങ്കര പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധം പോലെയായി. പലപ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ ഗുണകരമായത്, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയത് എന്റെ പെരുമാറ്റ രീതികളിലൂടെ. കുറച്ച് വൈകും, ഗ്രാജ്വലി ആണ് അത് സംഭവിക്കുക. പക്ഷെ എന്റെ പെരുമാറ്റ രീതികളിലൂടെ മാറ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. എന്റെ പെരുമാറ്റം അട്രാക്ഷൻ ആകുമ്പോൾ പലപ്പോഴും ഏഹ് അവിടെ ആ ഗ്രൂപ്പ് മെച്ചപ്പെട്ട ഗ്രൂപ്പാണ്. അപ്പൊ അവിടെ എന്റെ സ്വഭാവത്തിലുള്ള മാറ്റങ്ങളാണ് അട്രാക്ഷൻ വരുത്തുന്നത് എന്നുള്ളതാണ്. ആൽക്കഹോളിക്കിന്റെ അടുത്ത് പലപ്പോഴും അഡ്വൈസിങ്ങോ അല്ലെങ്കിൽ ഒരുപാട് സ്നേഹവും തലോടലും പുന്നാരും ഒക്കെ കൊടുക്കുന്നതിലുപരി നമ്മുടെ ഒരു പെരുമാറ്റ രീതിയിൽ അത് കൊണ്ടുപോകുന്നുണ്ട്. കാരണം അതിനെ ഒരു വൃത്തിയായിട്ട് നമ്മളെ പെരുമാറ്റം എല്ലാവരോടും, അതിനിപ്പോ ആൽക്കഹോളിക്കിനോടൊന്നല്ല, ആൽക്കഹോളിക്കിനെ വിശ്വാസത്തിലേക്ക് എടുക്കാൻ വർഷങ്ങൾ വേണ്ടി വരുന്നുണ്ട് കുടുംബാംഗങ്ങൾക്ക്. അതേ സ്ഥിതി തന്നെയാണ് എലനോൺ മെമ്പറിനെ സംബന്ധിച്ചിടത്തോളം. എന്റെ ഒരു പെരുമാറ്റ രീതിയെ അംഗീകരിക്കാൻ എന്റെ മക്കൾ എടുത്ത സമയം 10-20 വർഷം. കാരണം അവര് കല്യാണം കഴിച്ച് അവർക്ക് കുട്ടികളായിട്ടാണ് ഒരു അമ്മ എന്നുള്ള നിലയിൽ അമ്മ ഓക്കെ ആണ് എന്ന് അവർ അംഗീകരിക്കുന്നത്. അതിൽ എന്റെ ഒരു പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് എലനോണിന് കിട്ടുന്ന എല്ലാ ടൂൾസുകളും എന്റെ ആ ഒരു വൈകല്യത്തിനൊക്കെ മാറ്റി നിർത്തിയത്. അപ്പം ഇത്തരം കാര്യങ്ങളിലൂടെ ശരിക്കും, അതുപോലെ ഈ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള
എന്തും തന്നെ ഈ ഒരു പാരമ്പര്യത്തിന് അനുസരിച്ചിട്ട് നമ്മൾ അലനോണിന്റെ പ്രോഗ്രാമിൽ ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഫാമിലിയിലും നടക്കുന്നത്. അപ്പൊ ആ ഒരു അട്രാക്ഷൻ തന്നെയാണ് നമ്മളെ നിലനിർത്തുന്നത്. അപ്പൊ ഈ മുമ്പേ വരുന്ന ആളുകള് ചെയ്തു പോകുന്ന കാര്യങ്ങളാണ് പെട്ടെന്ന് പിന്നെയാണ് ആ പടികളിലും അല്ലെങ്കിൽ പാരമ്പര്യം ഒക്കെ വരുന്നത്. അപ്പൊ ഈ മുന്നേ പോയി നിൽക്കുന്ന ആളുകള് ഏഹ് ഏറ്റവും നല്ല വ്യക്തിത്വമുള്ള വ്യക്തികളുള്ള ഗ്രൂപ്പുകള് ശരിക്കും അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു അലനാൻ മെമ്പേഴ്സ് അവിടെ നിലനിൽക്കാൻ സഹായകമാകും. അപ്പം അത്തരം ഒരു ഭാഗ്യം കൂടെ കിട്ടണമെങ്കിൽ അത്തരം നല്ല നല്ല ഒരു അലനാൻ പ്രോഗ്രാമിലൂടെ പോകുന്ന ആളുകൾ, അത് എനിക്ക് തോന്നുന്നത് സ്പീക്കർ മീറ്റിംഗിൽ സ്പീക്കർ എന്നുള്ള നിലയിൽ സംസാരിക്കുന്നതിനേക്കാൾ ഉപരി ചിലർക്ക് ഇത്തരം സംസാരം ഭയങ്കര അട്രാക്ഷൻ ആയിക്കൊള്ളണം എന്നൊന്നുമില്ല. അങ്ങനെ അട്രാക്ഷൻ ഒന്നും ഇല്ലാത്ത എത്രയോ അലനാൻ മെമ്പേഴ്സ്, വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്തവര് എത്രയോ റൂറൽ ഏരിയാസിലുണ്ട് എത്രയോ അലനാൻ മെമ്പേഴ്സ്. പക്ഷെ അവിടെയൊക്കെ നടക്കുന്ന ഗ്രൂപ്പുകള് ശരിക്കും വളരെയധികം ആളുകൾ നിലനിൽക്കുന്നതായിട്ട് കാണുന്നു. അപ്പൊ അതിലെന്താന്ന് പറഞ്ഞാൽ സത്യസന്ധത ഒരു മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അപ്പൊ ആ ഒരു സത്യസന്ധമായിട്ടുള്ള സമീപനവും വിശ്വാസവും ശരിക്കും അവിടെ ഒരു മണി ചീറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു പിന്നെ ഫിനാൻഷ്യൽ ചീറ്റിങ്ങോ അല്ലെങ്കിൽ വേറെയുള്ള ഇമോഷണൽ എന്തിലും ബ്ലാക്ക് മെയിലിങ്ങും ഒന്നുമില്ലാതെ നമ്മളവിടെ ഒരു സത്യസന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വിശ്വാസമല്ല അല്ലെങ്കിൽ നമ്മളവിടെ ദൈവം പ്രവർത്തിക്കുന്ന എന്നുള്ളത്. അത്തരം ഗ്രൂപ്പുകളിൽ ദൈവം പ്രവർത്തിക്കും. ദൈവം പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകളിൽ ഒത്തിരി അനോൺ മെമ്പേഴ്സിന് നിലനിൽക്കാനാകും എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ശരിക്കും ഈ വരുന്ന പുതിയ പുതിയ ആളുകൾ ഇതിലേക്ക് കാല് വെക്കുമ്പോൾ ശരിക്കും ആ ഒരു ദൈവം പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകളിൽ ശരിക്കും നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് ഇതേ രീതിയിൽ തന്നെ മറ്റുള്ളവരെ സഹായകരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ കാണിച്ചു കൊടുക്കേണ്ട ഒരു മാതൃക, അലനോണിൽ വരുമ്പോൾ കാണിച്ചു കൊടുക്കേണ്ട ഒരു മാതൃക എന്ന് പറഞ്ഞാൽ എല്ലാവരും പല രീതിയിൽ വരുന്ന ആളുകളാണ് ഈ കൂട്ടായ്മയിൽ, പലതരത്തിൽപ്പെട്ട അംഗങ്ങളാണ്. നമ്മൾ അവരുടെ ഒന്നും ഒരു പാപക്കറകൾ കഴുകി കളയാനോ അവരുടെ ഒന്നും മുൻ ചരിത്രങ്ങൾ എടുത്ത് വിശകലനം ചെയ്യാനോ നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ന് പറയുന്നത് അവനവന് ഒരാളെ നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതിന് അതിന്റെ പ്രോഗ്രാമിനെയാണ് വിശ്വസിക്കുന്നത്. അല്ലാതെ നമ്മുടെ കഴുത്തും കൈയും തലയൊന്നും അയാളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല. അപ്പം പ്രോഗ്രാമാണ് അട്രാക്ഷൻ ഉള്ള കാര്യം, വ്യക്തികളല്ല അവിടെ. അപ്പൊ അത് ആദ്യമായിട്ട് തന്നെ ഒരു ന്യൂ കോമേഴ്സ് അലനാളിലേക്ക് വരുമ്പോൾ ഇത്തരം കാര്യങ്ങളിലൂടെ പോകുമ്പോൾ അവർക്ക് ശരിക്കും അത് വളരെ വ്യക്തമായി മനസ്സിലാക്കാനും ഒരു മാനസിക പ്രയാസങ്ങൾ ഇല്ലാതെ തന്നെ ആ കൂട്ടായ്മയിലേക്ക് നിന്നു പോകാനും കഴിയും. പിന്നെ അനാവശ്യമായ ഇടപെടലുകൾ, എന്റെ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ഇതേപോലെ പല അലനോൺ അംഗങ്ങളെയും വിലക്കപ്പെട്ടതാക്കാറുണ്ട് മീറ്റിങ്ങിന് വരാന്. കാരണം പലപ്പോഴും ആൽക്കഹോളിക് സംശയരോഗം കൂടുതലുള്ള ആൽക്കഹോളിക് ഒക്കെ പലപ്പോഴും ഉണ്ടാകും. ആൽക്കഹോളിക്കിൽ പലരും സംശയരോഗം കൂടുതലുള്ളവരുണ്ടാകും. അലനോണിന്റെ മീറ്റിങ്ങിൽ പോയിട്ട് അനാവശ്യമായ മറ്റുള്ള അംഗങ്ങളുടെ സംസാര രീതികളും അവരുടെ കാര്യത്തിൽ ഇടപെടുന്ന രീതിയും അംഗം അലനോൺ മീറ്റിംഗിൽ വിടാൻ തയ്യാറാവാതെയാവും. അപ്പം അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് നമ്മുടെ ഈ ഒരു ഞാൻ മുമ്പ് നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് തന്നെ. കാരണം ആൽക്കഹോളിക്കിന് സപ്പോർട്ട് കൂടുതലാണ് എയിലേക്ക് വരാൻ. എന്നാൽ അലനോണിനെ സംബന്ധിച്ചിടത്തോളം ആ സപ്പോർട്ട് എന്റെ അത്ര കിട്ടാറില്ല. കാരണം അവരുടെ പെരുമാറ്റ രീതികൾ, അവര് കുടിക്കുന്നില്ല, പ്രശ്നം ഉണ്ടാക്കുന്നില്ല, അതുകൊണ്ട് തന്നെ അവരുടെ പെരുമാറ്റ രീതികൾ മാറി അതെല്ലാം നല്ല രീതിയിലേക്ക് വരാൻ വർഷങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് എന്താന്ന് പറഞ്ഞാല് ഈ പലപ്പോഴും കുട്ടികളായാലും വീട്ടിലുള്ളവരായാലും ആ മീറ്റിംഗ് ലീവ് ഇറ്റ് എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു കാര്യം വരുമ്പോഴും ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഇത് മറ്റാർക്കും വേണ്ടിയിട്ടുള്ളതല്ല എന്നുള്ള ചിന്ത അലനോണിനെ സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അത് ഉണ്ടാക്കാൻ ഗ്രൂപ്പുകൾ പല പല കാരണങ്ങൾ കൊണ്ട് ഗ്രൂപ്പുകൾക്ക് കഴിയെങ്കിലും കൂടുതൽ അതിൽ മെയിനായിട്ട് അവനവൻ തന്നെ ആദ്യം വരുന്ന ഒരു ന്യൂ കമ്പർ തന്നെ ആ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുമ്പോൾ അലനോൺ പുതിയതായിട്ട് വരുന്ന ഒരാൾക്കാർക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കിയെടുക്കാനും അതിലൂടെ പോകാനും ഒക്കെ തീർച്ചയായിട്ടും പറ്റും. അപ്പൊ എലനോൺ എന്ന് പറയുന്നത് എന്റെ പോലെ തന്നെ അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ് റിക്കവറിയിലേക്കുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഗ്രൂപ്പ് ഇതില് പലരും
പറയുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ അലനാൻ മാത്രം മതിയെന്ന്. അലനാൻ ചിലപ്പം നമുക്കൊരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് കാണിക്കണമെങ്കിൽ കാണിക്കേണ്ട ആവശ്യം തന്നെ ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതും ആവശ്യം ഉണ്ടാവും. അതുപോലെ ഒരു നമ്മുടെ പുരോഗതി അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എന്തൊക്കെയാണ് ഒരു മനുഷ്യന്റെ പ്രശ്നങ്ങള്, ആ മനുഷ്യൻ അതൊക്കെ തരണം ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾ എടുക്കാനും ഉപയോഗിക്കാനും മടി കാണിക്കരുത്. അപ്പൊ അതിന് ആ ഈ പ്രോഗ്രാമിന് ഒരു മനുഷ്യനിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? പ്രോഗ്രാമിന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. ഒരു പ്രോഗ്രാമിന് എല്ലാ കാര്യങ്ങളിലേക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അയാൾ ആവണമെങ്കിൽ അയാൾക്ക് കുറെ കാലങ്ങൾ എടുക്കും. കാരണം ആ പടികൾ ചെയ്തിട്ട് അപ്പൊ അതിന്റെ ഇടയിൽ അയാൾക്ക് വേണ്ട ചികിത്സകളൊക്കെ ശരിക്കും കിട്ടണം, എടുക്കേണ്ടത് എടുക്കണം. അപ്പം റിയൽ ഒരു എന്താ പറയാ, റിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ശരിക്കും ആ പ്രോഗ്രാം എന്താണെന്ന് ഒരു ന്യൂ കമർക്ക് വ്യക്തമായിട്ട് തന്നെ വരുന്ന ആൾക്ക് മനസ്സിലാക്കും. അതില് ശരിക്കും ഡയല്യൂഷൻ ഉണ്ടാകുമ്പോൾ ഇതിന്റെ പ്രവർത്തനം മാറിപ്പോകും. അതും പലരും ഇതിലേക്ക് എത്താൻ വരുന്നതിലൊക്കെ ആ ഒരു കൊഴിഞ്ഞു പോകാൻ ഇടയുണ്ട്. അപ്പൊ ആ ഒരു ഡയല്യൂഷൻ ഇല്ലാത്ത ഒരു പ്രോഗ്രാം കിട്ടാൻ തക്ക രീതിയിലുള്ള പ്രവർത്തനം നല്ലവണ്ണം കൂട്ടായ്മകൾ നടത്തുമ്പോൾ അതില് ആളുകൾക്ക് നിലനിൽക്കാൻ സഹായകമാണ്. അപ്പം ഓക്കെ.